പ്രശ്നവും നമുക്കേ മാനേജറെ കണ്ട് ചോദിച്ചാലോ? മാനേജർ ഇനി നമ്മളോട് സത്യം പറയണമെന്നില്ല. അയാള് മന്ത്രിയുടെ മോന്റെ ആളായി മാറിയിട്ടുണ്ടാവും. അകത്ത് എന്താ നടക്കുന്നതെന്ന് എങ്ങനെ അറിയും? ആരവിന്റെ അമ്മയെ രുദ്രൻ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവോ? ആരവിന്റെ അമ്മയെ രുദ്രൻ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചാ നമ്മൾ തടയും. എങ്ങനെയും നമ്മളത് തടയും. എന്തായാലും അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണം. എന്തായാലും നിങ്ങൾ വാ, നമുക്ക് നോക്കാം. മിണ്ടല്ലേ. വാ വാ. ആരവിന്റെ ഫോട്ടോ കണ്ടതിന് ശേഷം ഇവർക്ക് കുറെ നേരമായിട്ട് മിണ്ടാട്ടമില്ലല്ലോ. ആരവിനെ ഇവർക്ക് അറിയാം, അതാണ് മിണ്ടാത്തത്. അതെ, ഈ ഫോട്ടോ കാണിച്ചു തന്നിട്ട് നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇവനെ അറിയാവോന്നാണ് ചോദിക്കുന്നത്. ഞാൻ കുറെ നേരമായിട്ട് നിങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇനിയും മിണ്ടായിരുന്നാ നിങ്ങളെ നാക്കിയാൻ പുഴുതെടുക്കും. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. അപ്പൊ നിങ്ങൾക്ക് ആളെ അറിയാം, പക്ഷെ പറയാൻ പറ്റൂല. ഇല്ല, പറയില്ല. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. സത്യം പറയ്, ആടിയവൻ ഇവനെ നിനക്ക് അറിയാമെങ്കിൽ ആരാണെന്ന് പറയാം. ഇല്ലെങ്കിൽ നിന്നെ ഞാനങ്ങ് മേളിലോട്ട് പറഞ്ഞു വയ്ക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. പറയടി, ആരാ അവിടെന്ന്? ഞാൻ പറയാം, എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ വഴിക്ക് വാതള്ളേ. അതെ, വേഗം പറഞ്ഞോ. നിങ്ങളെ കൊല്ലൊന്നുമില്ല. ഇവനുമായിട്ട് എന്താ കണക്ഷൻ? 5 സുന്ദരികൾ വന്നത് ഇവനെ പറ്റി അറിയാനല്ലേ? അത് ഇവനിപ്പോ എവിടെയുണ്ട്? പറതള്ളേ. ആർക്കാടെ അറിയേണ്ടത്? നിനക്കാണോ? നിനക്കാണോ അറിയേണ്ടത്? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എടാ, നിന്റെ ചോര വെച്ച് ഞാൻ അടങ്ങുള്ളൂ. ഇവിടെ എന്തെങ്കിലും നടക്കണേ? രുദ്രനെ ആരവിന്റെ അമ്മ പല്ലിക്കിടുവാണോ? എന്നെ വിടാൻ. നിനക്കെന്നെ ചോര കുടിക്കണം അല്ലേ? ശരിയാണല്ലോ, തോക്കവിടെ. അനങ്ങരുത്, രണ്ടിനെ ഞാൻ കൊല്ലും. തള്ളേനെ ചെറുക്കനെ വെടിവെക്കരുത്. അതിനകത്ത് ഉണ്ടുണ്ട്. എന്റെ തോക്കറായിരുന്നല്ലേ? വെടിവെക്കരുത്. ആരവിന്റെ അമ്മ രുദ്രനെ തട്ടുവോ? ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വാ, നമുക്ക് എന്താവും നോക്കാം. എന്നെ കൂടെ കൊണ്ടുപോ.
തത്തിക്കിട്ട തുന്തത്തിക്കിട്ട തുന്തത്തിക്കിട്ട